അല്ല, യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനാണ് ഇതിന്റെ ചാർജുള്ള ആള്. അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്, ഞാനല്ല മറുപടി പറയേണ്ടത്. അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയട്ടെ. എന്താണെന്ന് എനിക്കറിയില്ല, എന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് നമുക്ക് ആലോചിക്കാം, പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും എന്നോട് പറഞ്ഞിട്ടില്ല. വേണുഗോപാൽ, ഡൊമിനിക് പ്രസന്റേഷൻ രണ്ടുപേരാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവർ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് ഇത്ര പേരാണ് കൗൺസിലർമാരാണ് പിന്തുണച്ചതെന്നുള്ള അത് വിശ്വസനീയമാണോ? പിന്തുണ എന്നുള്ള ഇപ്പോൾ നമ്മളിപ്പോ എൻ വേണുഗോപാലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. രണ്ട് ഗ്രൂപ്പ് നേതാക്കളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു നിരീക്ഷകൻ ഇല്ലാതെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വിശ്വസിക്കണം എന്നുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. അതിപ്പോ അവര് പറഞ്ഞ കണക്ക് എനിക്കറിയില്ല, എന്നോട് കണക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് കോർ കമ്മിറ്റി കൂടിയിട്ടില്ല. ഇന്ന് കോർ കമ്മിറ്റി കൂടുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലത്തെ ഈ അഭിപ്രായത്തിന് ശേഷം, പാർലമെന്ററി പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായത്തിന് ശേഷം നമുക്ക് കോർ കമ്മിറ്റി കൂടി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് വരാം എന്നായിരുന്നു DCC പ്രസിഡന്റ് കോർ കമ്മിറ്റി അംഗങ്ങളോട്, ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം ആരെയാണ് ബന്ധപ്പെട്ടത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്നുള്ളത് എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും നേരം ചോദിച്ചിട്ടും കോർ കമ്മിറ്റി ഇല്ലേന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് വരട്ടെ, പറയാമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതെ, നിരീക്ഷകൻ വന്നിട്ടില്ല. ഇവിടെയുള്ള ആളുകൾ തന്നെ രണ്ടുപേരായിരുന്നു അതിൻ്റെ അകത്ത് ചോദിച്ചത്. അതെ, എന്നെ സംബന്ധിച്ച് KPCC എന്ത് തീരുമാനം എടുക്കുന്നോ അതിനൊപ്പമായിരിക്കും ഞാൻ. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. സർക്കുലർ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു സീനിയർ നേതാവിന് തന്നെ മേയർ സ്ഥാനം കൊടുക്കണമെന്നാണ്. താങ്കളാണ് ഈ പറഞ്ഞത്, ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരു നേതാവ് താങ്കളെ തഴങ്ങലായിട്ട് തന്നെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, KPCC ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കന്മാർ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. ഇതിന് മറുപടി ഞാനല്ല പറയേണ്ടത്, അത് ചാർജുള്ളവരാണ് പറയേണ്ടത്. അല്ല, ഇപ്പൊ അനൗൺസ് ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ടി വരുമല്ലോ. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാത്തതെന്നും എനിക്കറിയില്ല. അതിനെല്ലാം മറുപടി പറയേണ്ടത് അത് തീരുമാനിച്ച ആളുകളാണ്. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ഒരു പരിഭവവുമില്ല, ഒരു പ്രശ്നവുമില്ല. KPCC എന്ത് തീരുമാനിക്കുന്നോ, ഞാനിപ്പോൾ KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഇന്ന കാര്യങ്ങൾ, നോംസിന്റെ കാര്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സമവായത്തിൽ എത്തിയില്ലെങ്കിൽ KPCC ഇടപെടുന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നേതാക്കൾ തിടുക്കപ്പെട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. അതൊക്കെ KPCC പ്രസിഡന്റ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നല്ലോ കൊച്ചി നഗരസഭയുടെ ചാർജ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയട്ടെ, എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത്തരം തീരുമാനം വന്നു എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. അത് ഞാൻ പറയുന്നില്ല. എറണാകുളത്തെ ഗ്രൂപ്പ് നേതാക്കളുടെ അവരുടെ ഒരു ഹിഡൻ അജണ്ട തന്നെ നടപ്പാക്കുകയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. വളരെ ഏകപക്ഷീയമായി പോയി. ഇതിലെന്തായാലും KPCC പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 നോംസ് ചെയ്തതായി കാണുന്നില്ല. അത് നമുക്ക് ഇപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകാവുന്നേ ഉള്ളൂ. നോംസ് എന്ന് പറയുന്നത് വളരെ എല്ലാവരും പരസ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് 2-3 നോംസ് ഉണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അകത്ത് കോർ കമ്മിറ്റി ഇപ്പോൾ ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞതും വിളിച്ചിട്ടില്ല. ഇന്ന് വിളിക്കുമെന്ന് പറഞ്ഞ കോർ കമ്മിറ്റി അല്ല, അതിൽ തർക്കമുണ്ടായാൽ KPCCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിലധികം ആളുകൾ അവകാശവാദം ഉന്നയിച്ചാൽ തർക്കമുണ്ടായാൽ KPCCക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 2-3 ആളുകൾ വരുമ്പോൾ അത് തീരുമാനിക്കേണ്ടത് KPCCയുടെ ഭാഗത്തുനിന്നൊരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു അത് മോണിറ്റർ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പല ആളുകളോടും പല കൗൺസിലർമാരെയും അവരെ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെയാണ് വന്ന് അഭിപ്രായം എടുത്തിരിക്കുന്നത്. അതൊക്കെ അതെ നിർത്തിയിരിക്കുന്ന ആളുകൾ തന്നെ അഭിപ്രായം എടുക്കുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊന്നും എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. ഇത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാ പിന്തുണയും KPCCക്കും DCCക്കും ഒക്കെ ഉണ്ടാകും. എൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനം എടുക്കേണ്ട ആളുകളാണ് അതിൻ്റെ ഔചിത്യം കാണിക്കേണ്ടതും അത് ഏത് രീതിയിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതും അവരാണ് മറുപടി. പിന്തുണ ഉണ്ടോ എന്നുള്ളത് അത്തരത്തിലൊരു പ്രോസസ്സ് നടന്നിട്ടില്ലല്ലോ. രഹസ്യമായി അപ്പൊ എനിക്ക് പിന്തുണ ഉണ്ടോ എന്നറിയണമെങ്കിൽ
അങ്ങനെ രഹസ്യമായിട്ടൊരു ഒരു പ്രോസസ്സ് നടത്തണമായിരുന്നു. ആളുകൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ഒരു അവസരം കൊടുക്കണമായിരുന്നു. എന്തിനാണ് അതിനെ ഭയപ്പെട്ടതെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അങ്ങനെ ഒന്ന് രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയാൽ, അപ്പോൾ ഇന്നലെ അത്തരത്തിലൊരു ചർച്ചയുണ്ടായി, രഹസ്യമായി അഭിപ്രായം രേഖപ്പെടുത്തണം അംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായില്ല. അത് വേണ്ട, പരസ്യമായി തന്നെ മതി എന്നൊരു തീരുമാനത്തിൽ എത്തിയത് എന്തിനെ ഭയപ്പെട്ടിട്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശങ്കയാണ്. KPCC എന്നൊരു നിരീക്ഷകൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ പറഞ്ഞ കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. പക്ഷേ ഇപ്പോൾ നിരീക്ഷകൻ വന്നിട്ടില്ല. ഇവിടെ 2 ഗ്രൂപ്പ് നേതാക്കളാണ്, ഡൊമിനിക് പ്രസന്റേഷനും വേണുഗോപാലും. ഇതിനെ താങ്കൾ ആദ്യം മുതൽ എതിർത്തിരുന്നു? ഇന്നലെ തന്നെ ഞാൻ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഞാൻ KPCCയുടെ സർക്കുലർ പാലിക്കപ്പെടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഈ നടത്തിയ ആളുകളോടും തീരുമാനിച്ച ആളുകളോടും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല, പരാതിയുമില്ല. ഇതൊക്കെ ഔചിത്യപൂർവ്വം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഔചിത്യപൂർവ്വം വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ്. അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഹയർ അതോറിറ്റി ഉണ്ടല്ലോ, KPCC ഉണ്ടല്ലോ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ മറുപടി പറയട്ടെ, എനിക്കറിയില്ല. പിന്തുണ കൂടി തീരുമാനിച്ചിട്ടാണ്, അറിഞ്ഞ ശേഷമാണ് ഇങ്ങനെ മേയർമാരെ തീരുമാനിച്ചെന്നാണ് പറയുന്നത്. ഈ പുറത്ത് പറഞ്ഞിരിക്കുന്ന കണക്കുകൾ നമുക്ക് വിശ്വസനീയമാണോ? ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതൃപ്തി പ്രകടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ ഒരു ചർച്ചയും നടന്നിട്ടില്ല? ടേമിനെ കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ആരും ചോദിച്ചിട്ടില്ല, യാതൊരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയിരുന്ന ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരു വലിയ പരിഗണന തരും, പ്രഥമ പരിഗണന KPCC സർക്കുലറിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അത് തീരുമാനിച്ച ആളുകളാണ് പറയേണ്ടത്. എനിക്കതിന് ഉത്തരം പറയാം. കൊച്ചി മേയർ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് KPCC ജനറൽ സെക്രട്ടറിയും ഒപ്പം മേയർ സ്ഥാനത്തേക്ക് മുൻപ് പരിഗണിക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ചില വ്യവസ്ഥകൾ അത് പാലിച്ചിട്ടില്ല എന്നുള്ളത് ദീപ്തി മേരി വർഗീസ് തുറന്നു പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു. ഇതിൽ പ്രതികരണം നടത്തേണ്ടത് താനല്ല, മറിച്ച് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമാണ്. അവർ പറയട്ടെ എന്നുകൂടി പറയുകയാണ്. അതേസമയം തനിക്ക് യാതൊരു തരത്തിലുള്ള പരിഭവവുമില്ല, പാർട്ടിയുടെ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നു എന്നാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.